Don Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss the first important five adjustments. First one, outstanding expenses. Second one, prepaid expenses. Next one, outstanding income. Fourth one, unexpaid income or income received in advance. Last one, depreciation. Okay, let's start today's topic. First one, outstanding expenses. What is the meaning of outstanding expenses? Outstanding expenses refers to those expenses which have become due during the accounting period for which the final accounts have been prepared but have not yet been paid. എന്താണ് ഒന്നും കൂടെ നോക്കാം. എക്സ്പെൻസസ് വിച്ച് ഹാവ് ബിക്കം ഡ്യൂ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൽ അത് ഡ്യൂ ആയി, ദാറ്റ് മീൻസ് ആ എക്സ്പെൻസ് ഇൻകർ ആയി, ബട്ട് നോട്ട് പെയ്ഡ്. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. ഈ ഒരു പർട്ടിക്കുലർ ഇയറിലെ എക്സ്പെൻസ് ആണ്, ഈ വർഷം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെയും, അതായത് അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡ് വരെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ എക്സ്പെൻസസ് പേ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. ഇൻ സിമ്പിൾ വേർഡ്സ്, എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇൻ സിമ്പിൾ വേർഡ്സ്, എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസസ് ഡ്യൂ ആയി പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ, അതാണ് എന്തെന്ന് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇനി അഡ്ജസ്റ്റിംഗ് എൻട്രി റിലേറ്റിംഗ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. Expenses account debtor to outstanding expenses. Expenses account debtor to outstanding expenses. എക്സ്പെൻസ് വീണ്ടും കൂടണം. നമ്മൾ കൊടുത്ത നമ്മുടെ ടോട്ടൽ കൈവശമുള്ള ആ എക്സ്പെൻസിൽ ഈ കൊടുക്കാനുള്ള എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ ആ എമൗണ്ട് ആ എക്സ്പെൻസിനോടൊപ്പം കൂടണം. അതുകൊണ്ട് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തിനാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റിൽ വന്നത് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. പേയബിൾ ആണ്, ഇനി കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടതായിട്ടുള്ള എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്. It should be added to the concerned expenses in trading account or profit and loss account. It should be added to the concerned expenses in trading account or profit and loss account. ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതാത് എക്സ്പെൻസിനോടൊപ്പം കൂട്ടി കാണിക്കുക. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ ഈ ഒരു ഐറ്റം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസിന് തൊട്ട് താഴായിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഓർ ഫർദർ ഇൻഫർമേഷൻ എന്ന് പറയുന്നിടത്താണ് തരുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതാത് എക്സ്പെൻസിനോടൊപ്പം കൂട്ടി കാണിക്കുക. എക്സാമ്പിൾ, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസിനോടൊപ്പം കൂട്ടിക്കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസിനോടൊപ്പം കൂട്ടിക്കാണിക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് കാണിക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് കാണിക്കുക. ഓക്കെ, അല്ല ഇനി വേറൊരു എക്സാമ്പിൾ, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ സാലറി എവിടെയാണ് കാണിക്കുക, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറിയോടൊപ്പം കൂട്ടി കാണിക്കുക. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് ചെയ്യണം. അതാത് എക്സ്പെൻസ്, അതാണ് കൺസേൺഡ് എക്സ്പെൻസിനോടൊപ്പം ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ കൂട്ടി കാണിക്കുക. കൂടാതെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുക. കൂടാതെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന ഏതൊരു ഐറ്റത്തിന് ഡബിൾ എഫക്റ്റ് ആണ്. എവിടെയെങ്കിലും രണ്ടിടത്ത് നമ്മളിത് കാണിക്കണം. ഒന്ന്, ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതാത് എക്സ്പെൻസിനോടൊപ്പം കൂട്ടി കാണിക്കുകയും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനകത്താണ് തരുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺലി ഓൺ ദ അസറ്റ്സ്, ഓൺലി ഓൺ ദ ലയബിലിറ്റി സൈഡ്. എവിടെ മാത്രം കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. Prepaid expenses are the expenses the benefit of which has not been fully enjoyed before the end of the accounting year. Okay, in other words, a portion of the expenses which is paid during the current year or current period attributable to the benefit of the next period or next year.
അപ്പം ഈ വർഷം നമ്മളൊരു എക്സ്പെൻസ് പേ ചെയ്തു, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്മിങ് ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, നെക്സ്റ്റ് പീരീഡിലേക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എങ്കിൽ, അങ്ങനെ മുൻകൂട്ടി കൊടുക്കുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുക. അതിനെയാണ് എന്തെന്ന് പറയുക, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുക. ഓക്കെ ആണോ? ഒന്നും കൂടെ സിമ്പിൾ വേർഡ്സ്, എക്സ്പെൻസസ് പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. എക്സ്പെൻസ് പേ ചെയ്തു, പക്ഷേ കൊടുക്കാൻ സമയമായില്ല. ഈ വർഷം കൊടുക്കേണ്ടുന്ന ഒരു എക്സ്പെൻസ് അല്ല, പക്ഷെ നമ്മളത് ഈ വർഷം കൊടുത്തു. അതാണ് എക്സ്പെൻസസ് പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. ഓക്കെ അല്ലേ? എ പോർഷൻ ഓഫ് ദ എക്സ്പെൻസസ് വിച്ച് ഈസ് പെയ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് പീരീഡ് attributable to the benefit of the next period or next year. Okay, then journal entry. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസസ്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പെൻസിൽ ഇച്ചിരി എമൗണ്ട് കൂടി നിൽക്കുകയാണ്. കാരണം വരാൻ പോകുന്ന വർഷത്തെ എക്സ്പെൻസും കൂടി ഈ ടോട്ടൽ എക്സ്പെൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സ്പെൻസ് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കുറച്ച് മാറ്റണം. എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അത് കുറയണമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കൊടുക്കുക, ക്രെഡിറ്റ് കൊടുക്കുക. അതുകൊണ്ടാണ് എക്സ്പെൻസിന് താഴെ ടു എക്സ്പെൻസ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് മുൻകൂട്ടി കൊടുത്തതായതുകൊണ്ട് അത് നമ്മുടെ ഒരു അസറ്റാണ്. മുൻകൂട്ടി പേ ചെയ്തതായതുകൊണ്ട് അത് നമ്മുടെ ഒരു അസറ്റാണ്. അസറ്റ് ആയതുകൊണ്ടാണ് അത് ഡെബിറ്റിൽ വന്നിരിക്കുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസസ്. Then its accounting treatment. Given in adjustment, it should be deducted from concerned expenses in trading or profit and loss account. ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതാത് എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കാണിക്കാം. മോസ്റ്റ് ഓഫ് ദ കേസ് ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരില്ല. കൂടുതലും വരുന്നത് എവിടെ ആയിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും വരിക. ഓക്കെ, ഇൻ കേസ് ഏതിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റം ആണെങ്കിൽ അവിടെ കുറച്ച് കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റത്തിലാണെങ്കിൽ അവിടെ കുറച്ച് കാണിക്കുക. അപ്പം കൺസേൺഡ് എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കാണിക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതാത് എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കാണിക്കുക. ദെൻ and should be shown on the asset side of balance sheet. അതിനോടൊപ്പം എവിടെയും കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കുക. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതാത് എക്സ്പെൻസിൽ നിന്ന് കുറച്ച് കാണിക്കുക. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് എക്സ്പെൻസസ് ഇൻ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഷുഡ് ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദെൻ given in trial balance. ട്രയൽ ബാലൻസിനകത്താണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺലി ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. എവിടെ മാത്രം കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മുടെ പ്രോബ്ലത്തിൽ വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് outstanding income or accrued income or income earned but not received. Okay, outstanding income is otherwise known as income earned but not received or accrued income. Accrued income. Okay, ഇനി നോക്കാം. The income earned during the year. Income earned during the year but not received by the close of the year. ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ ക്ലോസ് ഓഫ് ദി ഇയർ. അപ്പോൾ ഈ വർഷം കിട്ടേണ്ടുന്ന ഒരു ഇൻകമാണ്, ഡ്യൂ ആയ ഇൻകമാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് റിസീവ് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുക. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുക. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ദെൻ ജേണൽ എൻട്രി, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം. ഇപ്പം നമ്മുടെ കൈവശമുള്ള ഒരു ഇൻകം, സപ്പോസ് കമ്മീഷനാണ്, ഈ വർഷം നമുക്ക് കിട്ടേണ്ടുന്ന കമ്മീഷനാണ്. അവർ നമ്മളെ അറിയിച്ചു, ചെല്ലാൻ പറഞ്ഞു, വാങ്ങിക്കാനായിട്ട് ചെല്ലാനും പറഞ്ഞു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വർഷത്തെ ഇൻകമാണ് ഡിസംബർ 31 വരെ അക്കൗണ്ടിങ് ഇയറിൻ്റെ ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 31 എങ്കിൽ ആ ഡേറ്റ് വരെ നമുക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു ഐറ്റത്തിനെയാണ് നമ്മളിവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയാം. ഇപ്പോൾ കിട്ടിയ കമ്മീഷനിൽ എന്തില്ല, ഈ കിട്ടാനുള്ള എമൗണ്ട് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ കമ്മീഷനോടൊപ്പം ഈ എമൗണ്ട് കൂട്ടി കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻകം എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഐറ്റം കൂടണമെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് കൊടുക്കുക. അതാണ് നമ്മുടെ എൻട്രി വന്നത്. എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. Given in adjustment,
it should be added to the concerned income in profit and loss account and it should be shown on the asset side of balance sheet. It should be added to the concerned income. അതാത് ഇൻകത്തിനോടൊപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൂട്ടി കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുക. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കിട്ടാനുള്ളതാകുമ്പോൾ അസറ്റാണ്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതാത് ഇൻകത്തിനോടൊപ്പം കൂട്ടി കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ഇനി ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺലി ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. എവിടെ മാത്രം കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. income received in advance or unexpaid income. Okay, it is otherwise known as income received in advance, unexpaid income or income received in advance. നോക്കാം മീനിങ് എന്താണെന്ന് നോക്കാം. സംടൈംസ് എ പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ റിലേറ്റിംഗ് ടു ദ ഫ്യൂച്ചർ പീരീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻകം നമ്മൾ ഈ അക്കൗണ്ടിങ് പീരീഡിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ such a portion of the income which belongs to the next accounting period is income received in advance. അപ്പം നെക്സ്റ്റ് ഇയറിലേക്കുള്ള പോർഷൻ എത്രയാണോ നമ്മളിപ്പോൾ റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പോർഷൻ ഓഫ് ഇൻകത്തിനെയാണ് എന്തെന്ന് പറയുക? അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. ഓക്കെ, ഇപ്പം നമുക്കറിയാം വാടകയൊക്കെ നമുക്ക് കിട്ടും. വീട് നമ്മുടെ പിന്നെ ബിസിനസ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷൻ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് ഒരു 2200 ആണ് നമ്മുടെ പിന്നെ റെൻ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ 2500 തന്നു, നമ്മുടെ ചേഞ്ച് ഇല്ല, ബാലൻസ് 300 രൂപ കൊടുക്കാനായിട്ട് ചേഞ്ച് ഇല്ല. അപ്പോൾ പറയണം ഓക്കെ അത് വെച്ചേ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് ഇയറിൽ എടുത്തോളാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ എത്ര രൂപ ഇൻകം കിട്ടി? 2500 റുപ്പീസ് കിട്ടി. ആക്ച്വലി ഈ വർഷത്തെ ഇൻകം എത്രയേ ഉള്ളൂ? 2200 ഉള്ളൂ. അപ്പോൾ 300 റുപ്പീസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് ആണ് 300 രൂപ നമ്മുടെ കൈവശം ഇരിക്കുന്നത് അല്ലേ? ഈ പോർഷനെയാണ് എന്തെന്ന് പറയുക? അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. ഓക്കെ, ജേണൽ എൻട്രി ഇൻകം അക്കൗണ്ട് ഡെറ്റ് ടു പ്രീപെയ്ഡ് ഇൻകം. ഇൻകം കുറയണം. 2500 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വർഷം 2000 എത്ര മതി? 200 മതി. അപ്പോൾ എത്ര രൂപ കുറയ്ക്കണം? 300 രൂപ കുറയ്ക്കുന്നു. കുറച്ചിട്ട് ബാക്കി 2200 നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് അല്ലേ? അപ്പോൾ ഇൻകം കുറയണം. അപ്പോൾ ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് കുറയണമെങ്കിൽ അതിന് എന്ത് കൊടുക്കുക? ജസ്റ്റ് ഓപ്പോസിറ്റ് ഡെബിറ്റ് കൊടുക്കുക. അതുകൊണ്ടാണ് ഇൻകം അക്കൗണ്ട് ഡാറ്റ ഇൻകത്തിന് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻകം അക്കൗണ്ട് ഡാറ്റ ടു പ്രീപെയ്ഡ് ഇൻകം. Okay, then accounting treatment given in adjustment, it should be deducted from the concerned income in trading account or profit and loss account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ അതാത് ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേ വരുള്ളൂ. ഇൻകം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എടുക്കില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതാത് ഇൻകത്തിൽ നിന്നും കുറച്ച് കാണിക്കുക. ദെൻ ആൻഡ് ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. മുൻകൂട്ടി വാങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ്? നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുക. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതാത് ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുക. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ദെൻ ട്രൈബാൻസിലാണ് തരുന്നതെങ്കിൽ എവിടെ മാത്രം കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിക്കുക. Then today's last topic, depreciation. What do you mean by depreciation? Depreciation is the decrease in the value of fixed asset due to wear and tear, passage of time, obsolescence, etc. അപ്പം പല കാരണങ്ങൾ കൊണ്ട് അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന കുറവിനെയാണ് എന്തെന്ന് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ എത്തുമ്പം ഇതിൻ്റെ കോസസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാം. ഇപ്പം ജസ്റ്റ് മീനിങ് മാത്രം പഠിക്കുക. ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന കുറവിനെയാണ് എന്തെന്ന് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയുക. മലയാളത്തിൽ തേയ്മാനം എന്ന് പറയും. ഓക്കെ, ദെൻ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ലോസ് ആയതുകൊണ്ട് തന്നെ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് അസറ്റിൻ്റെ വാല്യൂ കുറയണം ടു അസറ്റ്, അതുകൊണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ് എന്ന ജേണൽ എൻട്രി വന്നു. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. It should be shown on the debit side of profit and loss account and it should be deducted from
കൺസേൺഡ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ഇതുവരെയുള്ള ഐറ്റത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ച ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിക്കോട്ടെ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിക്കോട്ടെ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയിക്കോട്ടെ, ഇതെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ ആയിരുന്നു. എന്നാൽ ഡിപ്രീസിയേഷൻ മുതലുള്ള ഐറ്റത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം. ഇത് എവിടെ കാണിക്കുക? അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് കാണിക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അതാത് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുക. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഫർണിച്ചറിൽ നിന്ന് കുറയ്ക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ അതാത് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുക. ഡിപ്രീസിയേഷൻ ബാലൻസ് ഷീറ്റിൽ കുറച്ച് കാണിക്കുക. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ അതാത് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുക. ദെൻ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് 5 ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പഠിച്ചത്. ഓക്കെ, കെയർഫുള്ളി വാച്ച് ദ ലെക്ചേഴ്സ്. Stay home and stay safe.